ഇനി നമുക്ക് ഈദ് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി സ്വീറ്റ് റെഡിയാക്കി എടുത്താലോ. എളുപ്പമാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ബദാം, പിസ്താക്ക് ഒന്ന് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അത് അതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. പിന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു റെസിപ്പിയിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് സേമിയാണ്. അപ്പോൾ ഞാനിവിടെ ബാമ്പിനോ ബ്രാൻഡിൻ്റെ അടിപൊളി സേമിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് 1 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു കളർഫുള്ളായിട്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ആ പാലൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം വീണ്ടും 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്തിട്ട് 2 നുള്ളു ഉപ്പും ചേർത്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് വീണ്ടും ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും തേങ്ങാക്കൊത്തൊക്കെ ചേർത്തതും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കോട്ടോ കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്